ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിസ്റ്റേഴ്സ് കോഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാനന്തവാടി വഴി കൊടകിലേക്കൊരു യാത്രയായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഞങ്ങളത്ര പ്ലാനിങ് ഒന്നുമില്ലാതെ വയനാട്ടിലൊന്നും കാണാതായപ്പോൾ പിന്നെ കൊടകടുത്താണല്ലോ, കുറച്ചും കൂടെ പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു യാത്രയും കൂടെ ആയിട്ടോ. നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ജേണി ആയിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫുഡ് കഴിച്ചിട്ടായിരുന്നു. പിന്നെ പോകുന്ന ആ ഒരു വഴിയിലൊക്കെ നമ്മൾ കുറേ ആനിമൽസിനൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു വൈൽഡ് ലൈഫ് ട്രെക്കിംഗ് അല്ലെങ്കിൽ അങ്ങനെ ഒരു യാത്ര, ഒരു ജേർണി എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ കൊടക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ 2 മണിക്കൂർ കൊടുങ്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഒരുപാട് ആനിമൽസിനെ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തവരുണ്ട്. അപ്പോൾ നമുക്കും അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ 5 പേർക്ക് 2500 രൂപ വെച്ചിട്ടാണ് തോന്നുന്നു, എൻ്റെ ഒരു നിഗമനം അങ്ങനെയായിരുന്നു. ഞങ്ങളതിൽ കയറിയിട്ടുള്ള ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഫോക്കസ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അതിലെവിടെയെങ്കിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഒരുപാട് മൃഗങ്ങളെ സത്യം പറഞ്ഞാൽ കണ്ടു കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുറച്ച് നേരം ഞങ്ങളവിടെ പോസ്റ്റ് ചെയ്തൊന്നും വേറെ ഒന്നുമല്ല, അവിടെ ജീപ്പ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട ജീപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ചുറ്റും കാടാണ് ഗൈസ്, കുറച്ചൊക്കെ പേടിയുണ്ട്. എന്തെങ്കിലും ചെറിയ ഒച്ച നോക്കുമ്പോഴത്തേനും ഇവിടുന്ന് മണ്ട. മുന്നേ പോയ ആൾക്കാർ ആനേനെയും പോത്തിനെയും കണ്ടെന്ന് പറഞ്ഞു. നമ്മളുടെ ഭാഗ്യത്തിനനുസരിച്ച് നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാവും അറിയാം. വെയിറ്റ് ആൻഡ് സീ.
അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി ആ ഒരു ജേണി കംപ്ലീറ്റ് ആക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഇനി റൂം എടുക്കണം. ഞങ്ങൾക്ക് ഒരു റൂം തന്നെ, ഞങ്ങൾ കുറച്ച് പേരുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വലിയ റൂം തന്നെ കിട്ടണം എന്നുള്ള രീതിയിൽ ഞങ്ങളിങ്ങനെ നടക്കാനിറങ്ങി. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചു. എല്ലാവരും ചായ ആ ടൈമിൽ ഈവനിങ് ടൈം ആയിരുന്നു. ഞങ്ങളൊരു 4 മണിക്ക് കയറിയിട്ട് ഒരു 6 മണി ആ ടൈം ആകുമ്പോഴാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് കൊടക് ഓറഞ്ച് വാങ്ങി, സപ്പോട്ട വാങ്ങി. അതൊക്കെ ഇപ്പോൾ അടുത്തായിട്ട് കഴിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾ വാങ്ങിയിരുന്നു. പച്ചയായിരുന്നു സപ്പോട്ടൊക്കെ വാങ്ങിയത്, ചിക്കുമൊക്കെ ഞങ്ങൾ പച്ചയായിരുന്നു വാങ്ങിയിരുന്നത്. പിന്നെ ഞാൻ ബത്തക്ക അല്ലെങ്കിൽ വാട്ടർമെലനാണ് കഴിച്ചത്. കാരണം എനിക്ക് അപ്പോൾ അങ്ങനത്തെ ഫ്രൂട്ട്സിനൊക്കെ ഭയങ്കര ക്രേസ്. ഈ ചായയും കടിയൊന്നും കഴിക്കാനൊന്നും എനിക്ക് തോന്നിയില്ല. അവരൊക്കെ ചായയും കടിയും കഴിച്ചു, ഞാൻ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വാങ്ങി കഴിക്കുകയായിരുന്നു. അപ്പോൾ തൽക്കാലത്തിന് ഞങ്ങൾ ഈ വീഡിയോ ഇത്രയും കാണിച്ചു തന്നിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി പുതിയൊരു വീഡിയോയിൽ ഞങ്ങൾ എവിടെയാണ് സ്റ്റേ ചെയ്തത്, എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾ വേറൊരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ ഗൈസ്.